തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ സാധ്യതാ പട്ടികയിലുള്ള രാജു പി നായർക്കെതിരെ കോൺഗ്രസിൽ പടയൊരുക്കം. രമേശ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ആവശ്യം. നിലവിലെ MLA കെ ബാബുവിനും താൽപര്യം രമേശ് പിഷാരടിയോടാണ്. എം ലിജുവിനെയും പരിഗണിക്കുന്നുണ്ട്. കെ ബാബു വീണ്ടും മത്സരിക്കുന്നില്ലെങ്കിൽ UDF സ്ഥാനാർത്ഥിയായി പ്രധാനമായും പരിഗണിക്കുന്ന KPCC വക്താവ് രാജു പി നായർക്കെതിരെ കോൺഗ്രസിനുള്ളിൽ തന്നെ എതിർശബ്ദങ്ങൾ ഉയരുകയാണ്. രാജു പി നായർ വിഭാഗീയത പ്രോത്സാഹിപ്പിച്ചെന്നും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ ബാബുവിന്റെ പേര് വരുന്നപ്പോൾ അതിനെതിരെ നിന്നത് രാജു പി നായർക്കൊപ്പമുള്ളവരാണെന്നും A ഗ്രൂപ്പ് കുറ്റപ്പെടുത്തുന്നു. ബാർക്കോഴ വിവാദത്തിൽ ഉൾപ്പെട്ടപ്പോഴും ബാബുവിനെതിരെ പരസ്യ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നിരുന്നു. പുറമേക്ക് പറയുന്നില്ലെങ്കിലും രാജു പി നായർ സ്ഥാനാർത്ഥിയാകുന്നതിനോട് കെ ബാബുവും അനുകൂലമല്ല. രമേശ് പിഷാരടിയുടെ പേരും UDF ലിസ്റ്റിൽ മുന്നിൽ തന്നെ ഉണ്ടാകും. പ്രതികരണങ്ങൾക്കൊന്നും തയ്യാറായിട്ടില്ലെങ്കിലും മത്സരിക്കാൻ രമേശ് പിഷാരടിക്ക് താൽപ്പര്യമുണ്ടെന്നാണ് A ഗ്രൂപ്പ് വ്യക്തമാക്കുന്നത്. KPCC വൈസ് പ്രസിഡന്റ് എം ലിജു ഉൾപ്പെടെയുള്ളവരുടെ പേരുകളും പരിഗണനയിലുണ്ട്. രാജു പി നായർക്ക് സ്വാധീനമുള്ള ഉദയംപേരൂരിലടക്കം ഗ്രൂപ്പ് പോര് ശക്തമാണ്. ഈ മേഖലകളിലാണ് രാജു പി നായരോടുള്ള എതിർപ്പും ശക്തമായിട്ടുള്ളത്. എന്നാൽ ഈ തർക്കങ്ങൾക്കെല്ലാം അപ്പുറം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇനി മത്സരിക്കുന്നില്ല എന്ന് കെ ബാബു പ്രഖ്യാപിക്കുമോ എന്നതാണ്. ജനം, കൊച്ചി.